വിളിക്കാൻ അറിയാത്തോണ്ടൊന്നുമല്ല. രേണുസുതി ചീത്ത വിളിക്കത്തില്ല. അയ്യോ അതെന്ത് രേണുസുതി ചീത്ത വിളിക്കത്തില്ല. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ. വാടാ വാടാ അവൻ എന്നെ അസല് വെടിയുന്നു. ആടാ അതിന് നിനക്കെന്താടാ? കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. അസല് വെടിയുന്നു. ആടാ അതിന് നിനക്കെന്താടാ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ചെറ്റ നാണം കൊണ്ടോടാ നിനക്ക് ഒരു പെണ്ണിനെ വന്ന് പൂ കൂട്ടി വിളിക്കാൻ? നാണം കെട്ട എല്ലാം തുറന്നു പറയുന്ന കൊണ്ടോടാ നിനക്ക് ഒരു പെണ്ണിനെ വന്ന് പൂ കൂട്ടി വിളിക്കാൻ? നാണം കെട്ടവൻ. നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും, ഞാൻ തൂറി എറിയും നിന്നെ. നാണം കെട്ടവനെ. എന്റെ ലൈവില് വരാതെ ഇറങ്ങി പോടാ നാണം കെട്ടവൻ. ലൈവില് വരാതെ ഇറങ്ങി പോടാ നാണം കെട്ടവൻ. നാറി നിന്നെ ആർക്ക് വേണം? അവൻ എന്നെ അസല് വെടിയുന്നു. നല്ല തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ നേരിട്ട് ചോദിച്ചോട്ടെ, നിന്റെ തലക്കകത്ത് എന്താടാ തേങ്ങാ പിണ്ണാക്കാം? ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല. വല്ല പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്കെങ്കിലും വല്ല പ്രയോജനം. നിനക്ക് നാണം ഉണ്ടോടാ വെടി വെടി എന്നൊക്കെ വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എടാ ഇവള് നമ്മളെക്കാളും പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന്. ഈ വെടി വെടി എന്നിട്ട് അതിന്റെ അർത്ഥം എന്തുവാ നിനക്കറിയാവോടാ? എന്തുള്ളത്തിനും പറയാനാണ്. ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണം. നീ പോടാ, നീയാണ് എന്നെ നിർത്തിക്കാൻ വരുന്നത് വിനോദേ. നീയല്ല, നിന്റെ തന്ത വിചാരിച്ചാലും രേണുസുതി നിർത്ത. ഇവനെ കൊണ്ട് എതുക്കിടാ ഇങ്ങ വന്ന ഏണ്ടാ എന്നെ ടെൻഷൻ പண்ற? എന്റെ അപ്പന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്നെ പണ്ടേ വെട്ടി എരിഞ്ഞ് കുടിച്ചു മൂടിയാൻ. ഒരുത്തം വന്ന് നിർത്തിക്കോളാം. എന്താണ് നിന്റെ തലേക്കറിയാണോ ഞാൻ ലൈവ്? അങ്ങനെ വലിയ ചിരിയൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെ പോയി നിന്റെയൊക്കെ പറഞ്ഞ സ്വാഭാവിക പറഞ്ഞായിരിക്കും. അതെന്താ ഇവനെയൊക്കെ നാട്ടുകാരല്ലേ കൊല്ലുന്നേ? വനത്തെ കഞ്ഞിയായില്ലേ? ഇതിൽ കൂടുതൽ ഇനി എന്താവാനാ? ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ